ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് 2 ദിവസത്തെ വർക്ക് കൂടിയിട്ടുള്ള ലോങ് വീഡിയോ ആണ്. ആദ്യം തന്നെ ഈ ഒരു ബുക്ക് ഫ്രെയിമാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു A4 സൈസിലുള്ള ഫോട്ടോ ഫ്രെയിമും കൂടെ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു ബുക്ക് ഫ്രെയിം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ പ്രിൻ്റൊക്കെ ഞാനിവിടെ A3 ഷീറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈസ് കറക്റ്റ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. മോനെ നേരത്തെ ഉറക്കി കിടത്തിയിട്ട് ഈ ഒരു 2 വർക്ക് കൂടെ ഒപ്പരം സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനത് തുടങ്ങി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവൻ എണീറ്റ് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പിന്നെ നിർത്തി വെക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബുക്ക് ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ രാവിലെയാണ് കേട്ടോ ചെയ്തതിന്. ഇത് ഞാൻ രാത്രിയിൽ എടുത്തുകൊണ്ടാണ് കേട്ടോ വീഡിയോ തീരെ ക്ലിയർ ഇല്ലാത്ത പോലെ നിൽക്കുന്നത്. ഞാൻ രാവിലെയാണ് കേട്ടോ സാധാരണ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇത് രാവിലെ തന്നെ നേരത്തെ ഡെലിവറി കൊടുക്കാനുള്ളതിനെ കൊണ്ടാണ് ഞാൻ തലേന്ന് രാത്രി സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ രാവിലെ വെളിച്ചം വന്നതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതാ പ്രിൻ്റൊക്കെ ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രിൻ്റൊക്കെ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതായിരുന്നു കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വന്നിട്ട്. ഈ ഒരു ഫ്രെയിമിനെ പറ്റിയിട്ട് വല്ലതും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതിയേ. എൻ്റെ വീഡിയോക്ക് വ്യൂസൊന്നും അധികം കയറുന്നില്ല കേട്ടോ. എന്നാലും കാണുന്ന ആളുകൾക്കൊന്ന് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതിനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാൻ എല്ലാ ഫ്രെയിമിൻ്റെ ബാക്കിലും മാസ്കിൻ്റെ ടേപ്പാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കൽ. അപ്പോൾ ഇതിനും ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു താങ്ക് യു സ്റ്റിക്കറും കൂടെ വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റാപ്പും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. റാപ്പ് ചെയ്യുന്ന ഷീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഈ ഒരു ബൊക്കെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ റാപ്പ് ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ കൂടെ അടുത്തതായിട്ട് നെയിം സ്ലിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ കൂടെ ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ടതായിരുന്നു കേട്ടോ 2 നെയിം സ്ലിപ്പ്. അപ്പം ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ പാക്ക് ചെയ്ത് വിടാമെന്ന് കരുതിയത്. അപ്പോൾ ഈ ഒരു കവർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാരി ബാഗ് വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ക്യാരി ബാഗ് വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. നെയിം സ്ലിപ്പ് ചെയ്യുന്നതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കണേ. 15 നെയിം സ്ലിപ്പ് വെച്ച് ചെയ്യാനുള്ളതും 30 വെച്ചിട്ട് ചെയ്യാനുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ. ഓരോന്നും ഇതേപോലെ പാക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോരുത്തരുടെയും പേരും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നെയിം സ്ലിപ്പിൻ്റെ കൂടെ തന്നെ പേര് എഴുതി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് വരുന്ന ബാക്കി സ്പേസിൽ ഇതേപോലെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് A4 സൈസിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിമും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. തലേന്ന് രാത്രി ചെയ്യാനിരുന്ന വർക്കായിരുന്നു കേട്ടോ ഇത്. പിറ്റേന്ന് ഉച്ചയായിട്ടും ഈ ഒരു വർക്ക് ചെയ്ത് തീർന്നില്ലായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് കസ്റ്റമർ വൈകുന്നേരം വന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എപ്പം നമ്മൾ ഫ്രെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ് നല്ലോണം ക്ലീൻ ചെയ്യണം കേട്ടോ. എന്നാലുള്ള നമ്മൾ ഉള്ളിൽ വെക്കുന്ന ആ ഒരു പ്രിൻറ്റ് കറക്റ്റായിട്ട് കാണാൻ ഭംഗി ഉണ്ടാവുള്ളേ. അപ്പോൾ അതാ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ക്ലിപ്പ് അതേപോലെ തന്നെ അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ മുന്നേ വർക്ക് ചെയ്ത് കണ്ടിട്ട് കസ്റ്റമർ അതുപോലെ തന്നെ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഈ ഒരു ഫ്രെയിം ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവർ ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഓർഡറും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നെക്സ്റ്റ് വീക്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് റാപ്പ് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ച് കൊടുത്ത് താങ്ക് യു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.